ഒരു കേസ് അന്വേഷണം എങ്ങനെയാകരുത് എന്ന് ട്രെയിനിങ് കോളേജിൽ പഠിപ്പിക്കാൻ ഒരു ഫയൽ തന്നതിന്. മാഡം, നിങ്ങളുടെ ധൈര്യം സമ്മതിക്കണം. ഒരു സീനിയർ ഓഫീസറുടെ മുന്നിൽ എത്ര ധൈര്യത്തോടെയാ താങ്കൾ ഈ തട്ടിപ്പ് ഡോക്യുമെന്റ്സ് കൊണ്ടേ വെച്ചത്? LKG പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ അവരിത് വായിച്ചിട്ട് മുഖത്ത് വലിച്ചെറിയും. മാഡം, അങ്ങനെ ഇൻസൾട്ട് ചെയ്തത് ഞാനാണോ അതോ സാർ എന്നെയാണോ ഇൻസൾട്ട് ചെയ്തത്? ഇങ്ങനൊരു ഫയല് സബ്മിറ്റ് ചെയ്തതിനെക്കാട്ടിലും വലിയൊരു ആക്ഷേപം വേറെ എന്താണുള്ളത്? എന്റെ നിഗമനങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ തെളിവുകൾ ശേഖരിച്ചത്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ശരി, നന്ദൻ സ്വമേധയായി എങ്ങോട്ടോ മാറി നിൽക്കുന്നാണല്ലോ താങ്കൾ ഈ ഫയലിൽ പറയുന്നത്. അതിന്റെ തെളിവെന്താണ്? ഇതിനു മുന്നേ നന്ദൻ ഇതുപോലെ സ്വയം എങ്ങോട്ടെങ്കിലും മാറി നിന്നിട്ടുണ്ടോ? നാട് വിട്ടുപോകാൻ പ്രവണതയുള്ള ഒരാളാണ് നന്ദനെങ്കിൽ അതെത്ര സന്ദർഭത്തിൽ നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? പറയൂ. ഈ റിപ്പോർട്ട് നോക്കുമ്പോ അറിയാം, നിഗമനങ്ങളും തെളിവുകളും ശാസ്ത്രീയ പഠനങ്ങളും വെച്ചിട്ടല്ല DYSP ഇത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. ബന്ധങ്ങൾ വെച്ചിട്ടാണ്. എന്തേ, ശരിയല്ലേ? മാഡം പ്ലീസ്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ബന്ധങ്ങളൊന്നും എന്നെ സ്വാധീനിച്ചിട്ടില്ല. ഇസബല ആരാണ്? എന്റെ ജ്യേഷ്ഠന്റെ മകള്. ജ്യേഷ്ഠന്റെ മകളെന്ന് വെച്ചാൽ മകള് തന്നെ അല്ലേ? അതെ. ആ ബെല്ലമോളിപ്പ് എവിടെയാണ്? വിദേശത്ത്. വിദേശത്ത് എന്തിനാണ് പോയത്? പഠിക്കാൻ. എന്തു പഠിക്കാൻ? എന്തു പഠിക്കാനാണ് പോയതെന്ന് പറയൂ. അത് ഹയർ സ്റ്റഡീസ്, ഡാറ്റാ സയൻസ്. താങ്കൾ നല്ലൊരു പോലീസുകാരനല്ലാന്ന് നേരത്തെ തെളിയിച്ചു കഴിഞ്ഞു. നല്ല കള്ളനുമല്ലാന്ന് ഇപ്പൊ മനസ്സിലായി. ഡാറ്റാ സയൻസിന്റെ ഡീറ്റെയിൽസ് പഠിപ്പിക്കുന്ന സ്ഥാപനം, എത്ര നാളത്തെ വിസ? ഈ ചോദ്യങ്ങൾ മാത്രം മതി മകൾ ഇസബലയെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ. സമയമാകുമ്പോ മോള് വരും. വരുത്തുന്നുണ്ട് ഞാൻ. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ പ്രതീക്ഷിച്ച് ബുദ്ധിയുള്ള ഒരാളായിരുന്നെങ്കിൽ ഉത്തരങ്ങൾ തയ്യാറാക്കി വെക്കുമായിരുന്നു. സാറിന് അതിനും പറ്റിയില്ല. കേട്ടോ. ആരോടാണ് താൻ ശബ്ദം ഉയർത്തുന്നത്? പണിഷ്മെന്റ് കിട്ടി നിൽക്കുന്ന ഒരു ബ്ലാക്ക് ലിസ്റ്റ് പോലീസുകാരനാണ് താങ്കൾ. അത് മറക്കരുത്. യൂണിഫോമിനോടൊരു ഉത്തരവാദിത്വവും ഇല്ല, മനസാക്ഷിയോട് ഒരു സ്നേഹവും ഇല്ല. എന്നിട്ട് എന്റെ നേരെ ഒച്ച വയ്ക്കുന്നു. സോറി മാഡം, സോറി. ഈ ഫയലിൽ നിന്ന് ഒരു കാര്യം കൂടെ ഞാൻ പഠിച്ചു. പ്രതിപട്ടിക തയ്യാറാക്കുമ്പോ ചിലപ്പോ അതിലൊരു പേര് ഐസക് കുരുവിള എന്നായിരിക്കും. അയ്യോ മാഡം, താങ്കൾക്കും അറിയാമായിരിക്കുമല്ലോ. ചില അന്വേഷണങ്ങൾ തുടങ്ങുമ്പോ എങ്ങനെയൊക്കെയോ ചില കൊച്ചു കൊച്ചു സൂചനകളും തോന്നലുകളും ഒക്കെ നമ്മുടെ മനസ്സിലങ്ങ് തോന്നും.